മകയിരം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, ചിത്തിര, മൂലം, പൂരാടം, ഉത്രാടം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ സംഭവിക്കുന്നത് നിങ്ങൾ കാണുവാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം ജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ വ്യാഴം മിഥുനം രാശിയിൽ എത്തുകയും വ്യാഴത്തിൻ്റെ സംക്രമണം ഈ ദിവസം നടക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലും എന്തെന്നില്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഗുരുപൂർണിമ ദിനം കൂടിയാണ്. അതിനാൽ തന്നെ മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളിലേക്ക് ഈ ഒരു ദിവസം വരുവാൻ പോകുന്ന കാര്യങ്ങളെ വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂലൈ 10-ാം തീയതി വ്യാഴാഴ്ച ഈ 3 രാശിയിൽപ്പെടുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി ജൂലൈ 10-ാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങൾ ലഭിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 10-ാം തീയതി ഗുരുപൂർണിമ ദിനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു സമയമായിരിക്കും. അതായത് ജീവിതത്തിൽ ഇതുവരെ ഒരു തരത്തിലുള്ള സമാധാനവും സന്തോഷവും ജീവിതത്തിലെ ഉയർച്ചകളും കാണുവാൻ കഴിയാതിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് വളരെയധികം സമാധാനവും സന്തോഷവും പല ശുഭകാര്യങ്ങളും വന്നു ചേരുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മിഥുനം രാശിക്കാരായിട്ടുള്ള മുതിർന്ന വ്യക്തികൾക്ക് പോലും വളരെ ബുദ്ധിപരമായി ചില കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തതയോടെയും കൃത്യമായും പൂർത്തീകരിച്ചെടുക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു ദിവസം കഴിയും. പ്രത്യേകിച്ച് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ കർമ്മ മേഖലയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില അംഗീകാരങ്ങൾ തേടിയെത്തുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. കൂടാതെ തന്നെ വ്യാഴത്തിൻ്റെ സംക്രമണം നിങ്ങൾക്ക് അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഏറ്റവും ഗുണകരമായി തന്നെയായിരിക്കും ബാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെന്നില്ലാത്ത മനസമാധാനക്കേടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു ജീവിതം എന്തിനാണെന്ന് പോലും പലപ്പോഴും നിങ്ങളെ തന്നെ പഴിക്കാറുണ്ട്. സാമ്പത്തികമില്ലാത്തതിനാൽ തന്നെ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങളും തുടർന്നു വരികയാണ്. എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു ശമനം കാണുവാനുള്ള യോഗം ഈ വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ജൂലൈ 10-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. മാത്രമല്ല മക്കളുടെ അലസത കൊണ്ടും മടി കൊണ്ടും വളരെയധികം മാനസിക പ്രതിസന്ധി നേരിടുന്ന ചില മാതാപിതാക്കളുണ്ട്. അത്തരത്തിൽ വിഷമം അനുഭവിച്ചു വന്നിരുന്ന മാതാപിതാക്കൾക്ക്
ഇത് ആശ്വസിക്കുവാൻ കഴിയുന്ന സമയമാണ്. കാരണം ഈ വ്യാഴത്തിൻ്റെ സംക്രമണം മിഥുനം രാശിയിൽ പിറന്ന കുട്ടികളുടെ അലസതയെല്ലാം മാറ്റി അവർക്ക് ഊർജ്ജസ്വലതയോടെ പഠന കാര്യങ്ങളിലും ജോലി കാര്യങ്ങളിലും ശ്രദ്ധ കാണിക്കുവാനുള്ള കഴിവ് ഉളവാക്കും. ഇത് മിഥുനം രാശിയിൽ പിറന്ന മാതാപിതാക്കളെയും കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കുവാനുള്ള പല കാര്യങ്ങളും ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാക്കും. ഒപ്പം തന്നെ സാമ്പത്തിക മേഖലയിലും ആരോഗ്യ മേഖലയിലുമെല്ലാം തന്നെ ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകുന്നത്. ഇനി രണ്ടാമതായി, ഈ വ്യാഴത്തിൻ്റെ സംക്രമണം ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ഈ ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള ഗുണങ്ങളും നേട്ടങ്ങളുമായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ജൂലൈ 10-ാം തീയതി എന്ന് പറയുന്നത് ഗുരുപൂർണിമ ദിനം കൂടി ആയതിനാൽ കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിരവധി സന്തോഷങ്ങളും വളരെ അപ്രതീക്ഷിതമായ ചില കൂടിച്ചേരലുകളും ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പുതിയ ചില അറിവുകളും പുതിയ ചില അനുഭവങ്ങളും സ്വായത്തമാക്കുവാനുള്ള ചില പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നിങ്ങൾ മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സാരോപദേശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ഏറ്റവും ഗുണകരമായ ചില ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുവാനിടയാകും. അതുപോലെ തന്നെ മുതിർന്നവരെയും മാതാപിതാക്കളെയും ധിക്കരിച്ച് നിങ്ങൾ ഒരു കാര്യങ്ങളും ഈ ഒരു ദിവസം ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കന്നിരാശിയിൽ പിറന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ മാതാപിതാക്കളുമായി വളരെ കാലമായി അകൽച്ചയിലോ അവരുമായി കൂടിക്കാഴ്ചയില്ലാത്ത സാഹചര്യങ്ങളിലോ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ജൂലൈ മാസം 10-ാം തീയതി നിങ്ങളുടെ മാതാപിതാക്കളെ പോയി കാണുവാനും അവരുടെ അനുഗ്രഹവും ആശീർവാദങ്ങളും വാങ്ങുവാനും പരമാവധി ശ്രമിക്കുക. കാരണം ഈ ഒരു ദിവസം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതോടൊപ്പം തന്നെ കന്നിരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച ചില ദൂരയാത്രകൾ നടത്തുവാനും അതുപോലെ തന്നെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില യാത്രകൾ നടത്തുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ദിവസം ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുകയും അതിൽ നിന്ന് ഏറ്റവും ശുഭകരമായ ഒരു ഫലം കാണുവാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതും വാസ്തവമാണ്. ഇനി കന്നിരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുമെങ്കിലും തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ ചില ധനവരവും ഈ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകും. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായും മാനസികപരമായും ഏറ്റവും അധികം സന്തോഷവും സമാധാനവുമെല്ലാം വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് കന്നിരാശിക്കാരെ തേടിയെത്തും. ഇനി മൂന്നാമതായി, വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ടും അതോടൊപ്പം തന്നെ ഗുരുപൂർണിമ ദിനം ആയതിനാലും ഈ ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ പലതരത്തിലുള്ള ശുഭകാര്യങ്ങളും അനുഭവിച്ചറിയുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എത്രയാണെന്ന് കയ്യും കണക്കുമില്ല എന്നുള്ളതാണ് വാസ്തവം. പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പരാജയങ്ങളുമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത്.
എന്നാൽ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പല മേഖലയിലും മികച്ച രീതിയിലുള്ള ഒരു മാറ്റം കാണുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം പല കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുവാനും എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ ചെയ്യുവാനും കഴിയുന്നതിനാൽ തന്നെ നിങ്ങളിലേക്ക് ചില നേട്ടങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് വൈകാരികമായ പല കാര്യങ്ങളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ഈ ഒരു ദിവസം കഴിയും. ഇനി ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിൽ വരേണ്ട ചില തുകകളുണ്ടെങ്കിലും അത് ലഭിക്കാത്തതിനാൽ വളരെയധികം കാര്യതടസ്സങ്ങൾ നേരിട്ട് വരുന്നുണ്ട്. കടബാധ്യതകളാണെങ്കിൽ എണ്ണിയാൽ തീരാത്തത്രയാണ്. എന്നാൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കരങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി ചില തുകകൾ വന്നു ചേരുകയും നിങ്ങളുടെ ഭാവിയെ തന്നെ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഈ ഒരു ദിവസം സംഭവിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് വസ്തു വിൽപ്പനയ്ക്കൊക്കെ വളരെയധികം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരും. ഒപ്പം തന്നെ നല്ല ഒരു ജോലി കണ്ടെത്തുവാനായി പല നാളുകളായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു ശുഭവാർത്തയും ഇതുവരെ കേൾക്കുവാൻ കഴിയാതിരുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ധനുരാശിക്കാരിൽ വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് മികച്ച ആരോഗ്യസ്ഥിതിയും മനസ്സിന് വളരെയധികം സമാധാനവും സന്തോഷവും ലഭിക്കുന്ന കാര്യങ്ങളും തന്നെയായിരിക്കും ഈ ഒരു ദിവസം നിലനിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഈ 3 രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ അനുഗ്രഹം വളരെയധികം നിലനിൽക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ശുഭകാര്യങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.